കുട്ടികൾക്ക് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിച്ചൺ സെറ്റ് ആണിത്. അതിന്റെ ബോക്സ് ആണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുള്ളത്. ആ ബോക്സിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ സെറ്റ്. പല ടൈപ്പിലുള്ള കിച്ചൺ സെറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വുഡിലൊക്കെ ഉണ്ടാക്കി അത്യാവശ്യം നല്ല ബലമൊക്കെ ഉള്ളതായിരിക്കും. ഇത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അന്ന് എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇത് പ്ലാസ്റ്റിക് ആണ്. കാണുന്നൊരു ഭംഗിയുള്ളൂ, ഒട്ടും ബലമില്ല. തട്ടി മറിച്ചിടാനൊക്കെ വളരെയധികം സിമ്പിൾ ആണ്. എന്തായാലും നമുക്ക് ഈ കിച്ചൺ സെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്ലോക്ക് കാണാൻ പറ്റും. വർക്ക് ആവുന്ന ക്ലോക്ക് ഒന്നും അല്ല ട്ടോ. സമയം നോക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിന്റെ സൂചി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ ടൈം പഠിക്കാനൊക്കെ ഈസി ആയിരിക്കും. താഴെ ദേ ഇതുപോലെ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെനു ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനകത്ത് എഴുതാനുള്ള ചോക്കും അതിന്റെ കൂടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാം പീസ് പീസ് ആയിട്ട് ഓരോ പാക്കറ്റ് ആയിട്ടാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേണം ഇത് ഫുൾ അറേഞ്ച് ചെയ്യാനായിട്ട്. ഈ കാണുന്ന സ്റ്റിക്കറും ഹോം കിച്ചൺ എന്ന് എഴുതിയതൊന്നും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. വേറൊരു ഷീറ്റിനകത്ത് സ്റ്റിക്കർ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മളിത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഇമേജ് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് സ്പൂണൊക്കെ തന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ. പിന്നെ ഇത് ഈ കാണുന്ന സോപ്പിന്റെ ഒക്കെ പാക്കറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് ഇല്ലേ, പേപ്പറിന്റെ, അങ്ങനത്തെ പാക്കറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികൾ കളിക്കുമ്പോൾ അതൊക്കെ കീറിക്കളയും. ഇതിനകത്ത് ഒന്നും കൂടെ ഉണ്ടായിരുന്നു. മോളത് കൈ കിട്ടിയപ്പോഴേ 2 പാക്കറ്റ് ഇതുപോലത്തെ കീറി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറും പേപ്പറിന്റെ പാക്കറ്റ് മാത്രമാണത്. 6 വയസ്സുള്ള കുട്ടികൾ എന്തായിരിക്കും അത് കീറൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞങ്ങളിത് റിവ്യൂ ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ 2 വയസ്സുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് കളിക്കുന്നു എന്നൊക്കെ കണ്ടതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മെനു കാർഡും അങ്ങനെ തന്നെയാണ്, പേപ്പറാണ്. ഇതൊന്നും ഞങ്ങൾ കളിക്കുന്ന സമയത്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാനിപ്പോ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഈ പേപ്പറിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നത്. 2 വയസ്സുള്ള കുട്ടിക്ക് ശരിക്കും വുഡിലൊക്കെ ഉള്ള ടൈപ്പ് കിച്ചൺ സെറ്റ് ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും കുറെ റിവ്യൂ ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഏജിലുള്ള കുട്ടികൾ കളിക്കുന്നുണ്ട് എന്നൊക്കെ അതിനകത്ത് കണ്ടു. മെയിൻ ആയിട്ടുള്ള കാര്യം, കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ലൈറ്റും അതുപോലെ തന്നെ സൗണ്ടും വരും. പിന്നെ ആവി വരുന്നോ നിങ്ങൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടല്ലോ, അതുപോലെ വരും. പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിൻ പോലെ പൈപ്പിൽ വെള്ളവും വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നു ഞങ്ങൾ ഇത് ചൂസ് ചെയ്യാനുണ്ടായ കാരണം. ഈ ബോട്ടിലുകളെല്ലാം ഇതുപോലെ പ്ലെയിൻ ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. നമ്മൾ വേണം സ്റ്റിക്കറൊക്കെ അതിനകത്ത് ഒട്ടിച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നിട്ടുണ്ട്. ഇളക്കാനുള്ള സ്പൂണും അതുപോലെ പാനും ഒക്കെ. ഇവിടെ നിന്നാണ് കേട്ടോ ഇത് ഓൺ ചെയ്യുന്ന സമയത്താണ്, ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത് വരുന്ന സൗണ്ടും ലൈറ്റും അതുപോലെ തന്നെ ആവിയൊക്കെ വരുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അതിന്റെ താഴെയായിട്ട് ഇതെല്ലാം നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണല്ലോ. അപ്പൊ ഇതിന്റെ താഴെ നമുക്ക് ബാറ്ററി ഇടാനുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ബാറ്ററി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ഒക്കെ വരുന്നത്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കറക്റ്റ് ആയിട്ട്. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് 6 വയസ്സിന്റെ ടോയ് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അത് സൂക്ഷിക്കുകയൊന്നുമില്ല. നമ്മളത് ചവിട്ടരുത്, പൊട്ടിപ്പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല. അപ്പൊ മോൾ അത്യാവശ്യം ഇതൊക്കെ ചവിട്ടുകയും പൊട്ടിക്കാൻ നോക്കുകയും ദേഷ്യം വരുന്ന സമയത്ത് ഇതെല്ലാം മറിച്ചിടുകയൊക്കെ ചെയ്യാറുണ്ട്. അത്രയ്ക്ക് ബലമില്ല ഇതിന്, പെട്ടെന്ന് തട്ടിക്കളയാനൊക്കെ ഈസിയാണ്. പക്ഷെ കുറെ സമയം ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. ചില സമയത്ത് കുക്ക് ചെയ്തിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി തരാം, ജ്യൂസ് ഉണ്ടാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. പാത്രം കഴുകാനുള്ള സ്പോഞ്ചാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ സിങ്കിൽ വെള്ളം നിറച്ചിടണം. എന്നിട്ട് ഈ പൈപ്പ് ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്താണ് വെള്ളം വരിക. വെള്ളം വരുന്നതിന്റെ താഴത്ത് കൂടെ ഒരു കുഞ്ഞു പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സിങ്കിനകത്ത് നിന്ന് പൈപ്പിലോട്ട്. അപ്പൊ ആ വെള്ളം തന്നെയാണ് ഇങ്ങനെ കേറി വരുന്നത്. മുകളിലായിട്ട് ഇങ്ങനെ ഗ്ലാസ് വെക്കാനുള്ള സ്ഥലമുണ്ട്. 2 ഗ്ലാസ് ഉണ്ട് നമുക്ക്. ഇതിന്റെ പുറകിൽ നമ്മൾ ചുമരിനോട് ചാരി വെച്ചിരിക്കുന്നതിനകത്ത് ശരിക്കും ഒരു കാർഡ്ബോർഡ് മാത്രമാണ് ഉള്ളത്. ഞാൻ വിചാരിച്ചു പ്ലാസ്റ്റിക്കിന്റെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിന്റെ ബാക്കിൽ വെക്കുന്ന സാധനം കാണാനില്ല, മിസ്സിംഗ് ആണ്. നമുക്ക് റിട്ടേൺ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഇല്ല എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ചിത്രം നോക്കി ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ആണ് എനിക്ക് മനസ്സിലായത് അവിടെ കാർഡ്ബോർഡ് മാത്രമാണ് വെക്കാനുള്ളത് എന്ന്. ഇതിന് ഒത്തിരി വിലയൊന്നുമില്ല, 6500 എന്നാണ്. ഇവിടെ നല്ല വില കൂടിയ സാധനങ്ങളാണ് എല്ലാത്തിനും. നമ്മുടെ നാട്ടിൽ ഏകദേശം 3500 രൂപയാണ് ഈ സെറ്റിന് വരുന്നത്. ഈ ഒരു പൈസയ്ക്ക് നമുക്ക് നല്ല ബലവും വേണം, ഇതുപോലെ ലൈറ്റും വരണം, സൗണ്ടും വരണം, വെള്ളം വരണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഇത് 2 പ്ലേറ്റ് വെക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ കണ്ടോ, ഇതിനകത്ത് ഒന്നുമില്ല. ഇത് സ്റ്റോറേജ് ബോക്സ് പോലെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ, ഇത് കണ്ടോ, ഇതിന്റെ പുറകിൽ ആ കാർഡ്ബോർഡാണത്. ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോഴൊക്കെ കാണാൻ ഭംഗിയാണ്. പക്ഷെ അതൊരു ഒട്ടും കട്ടിയില്ലാത്ത ഒരു കാർഡ്ബോർഡാണ്. ഒരു തരത്തിലൊക്കെ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പുറത്തെ സൈഡിലും കുറച്ച് സ്ഥലവും അതിനകത്ത് സാൻഡ്വിച്ചും ഒക്കെ വന്നിട്ടുണ്ട്. ബാസ്ക്കറ്റും അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ജപ്പാനിൽ അത്യാവശ്യം ടോയ്സിന് നല്ല എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയുണ്ട്. അതിനകത്ത് 6500 എന്ന് പറയുന്നത് ഒത്തിരി വലിയ എമൗണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
ആ ഒരു എമൗണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് ഇതിനുള്ളത്. ഈ ലൈറ്റ് വരുന്നതൊക്കെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നന്നായിട്ട് കുറേ സമയം മോള് ഇതിനകത്ത് കളിക്കാറുണ്ട്. കാരണം ഞങ്ങളിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. അപ്പൊ ഈ നമ്മള് കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ മോൾക്ക് ടിവി ഒക്കെ വെച്ച് കൊടുക്കേണ്ടി വരാറുണ്ട് ഇടയ്ക്ക്. ചില സമയത്ത് വല്ലാണ്ട് വാശി പിടിക്കുന്ന സമയത്തൊക്കെ. ഈ ഒരു ടോയ് കിട്ടിയാൽ പിന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കും. അതായത് ഞാനും കുക്ക് ചെയ്യാണ്, മോളും കുക്ക് ചെയ്യ് എന്നൊക്കെ പറയും. ചിലപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അപ്പൊ ഇതിനകത്ത് ഈ ആവിയൊക്കെ വരുന്നോണ്ട് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കുട്ടികൾക്ക്. അതിനൊക്കെ അത് നല്ലതാന്ന് പറയാം. പക്ഷെ ഇതൊരിക്കലും അവര് കറക്റ്റ് ആയിട്ട് കൊണ്ട് നടക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ബലമില്ല. തട്ടി പൊട്ടിക്കാനും ചവിട്ടാനും ചവിട്ടിക്കഴിഞ്ഞാൽ പൊട്ടാവുന്നതൊക്കെ ഉള്ളൂ. എന്തായാലും ഇതിന്റെ കുക്ക് ചെയ്യുമ്പോഴുള്ള സൗണ്ടും എങ്ങനെയാണ് അതിനകത്ത് ആവി വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കിച്ചൺ സെറ്റിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു സ്റ്റവില് മാത്രമാണ് കേട്ടോ ആവി വരെ കുക്ക് ചെയ്യുന്ന സമയത്ത്. 2 സ്റ്റവിലും സൗണ്ടും ലൈറ്റും വരും. പക്ഷെ ആവി വരുന്ന അതിനകത്ത് മാത്രമാണ്. ആവി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഈ കെച്ചപ്പിന്റെ ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ സ്റ്റവിനകത്ത്. അതിനകത്ത് നിറച്ചു കൊടുക്കണം. ഒരു ചെറിയ ഹോളാണ്. നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കറക്റ്റ് ആയിട്ട് അതിനകത്ത് ആവി വരാറുണ്ട് കേട്ടോ. കുറെ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാലും വരും. അപ്പൊ അതിനകത്ത് നിന്നാണ് എടുത്തിട്ടാണ് ആ വരുന്നത്. പിന്നെ ഇതിനകത്ത് വെച്ച പാനിന്റെ അടിയിൽ കറക്റ്റ് ആ സെന്ററിൽ ഒരു ഹോൾ ഉണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചോന്നറിയില്ല. കണ്ടോ, ഇതിനകത്ത് കൂടെയാണ് നമുക്ക് ആ ആവി വരുന്നത്. ഈ പാൻ ഇവിടെ വെക്കുമ്പോൾ അതിനകത്ത് കൂടെ കയറി വന്നിട്ടാണ് നമുക്ക് മോളിൽ കൂടെ ആവി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്.